ഹലോ, ഏതൊരു മെയിൻ ഡിഷിൻ്റെയും കൂടെ കഴിക്കാവുന്ന നല്ലൊരു ബ്ലാക്ക് ബീഫ് ഡ്രൈ റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നല്ല കറുത്ത ഈ ഒരു ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പറ്റുന്നത്ര സമയം ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ ബീഫിന് അത്രയും ടേസ്റ്റ് കൂടുന്നതായിട്ട് കാണാം. ഈ ഒരു വലുപ്പത്തിലാണ് ബീഫ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലോടുകൂടി തന്നെയാണ് ബീഫ് എടുക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു വലിയ കടായിലേക്ക് മാറ്റിയത്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. ബീഫ് ഒന്ന് 90% കുക്കായിട്ട് കിട്ടണം. ആ സമയത്ത് നമുക്ക് വേറെ ചില ഇൻഗ്രീഡിയൻസ് കൂടി റെഡിയാക്കാനുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 ഉണക്കമുളകൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് 15 മുതൽ 20 വരെ വെളുത്തുള്ളി അല്ലി, 2 വലിയ കഷ്ണം ഇഞ്ചി അരഞ്ഞു പോകാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ബീഫ് കുക്കായി വിസിലൊക്കെ പോയതിനു ശേഷം ഒരു ചീനച്ചട്ടിയിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില 2-3 തണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബീഫ് റോസ്റ്റ് ഇതുപോലെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. നേരത്തെ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അധികം വെള്ളമില്ലാതെ മുഴുവനായിട്ട് തന്നെ ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം മുഴുവനായിട്ട് ഊറ്റിയെടുക്കാതെ ചെറിയൊരു നനവിലാണ് ഈ ഒരു ബീഫ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചീനച്ചട്ടി ചെറുതായതുകൊണ്ട് വേറൊരു വലിയ കടായിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2-3 മിനിറ്റ് ബീഫ് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു മീഡിയം സവാള കനമില്ലാതെ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ബീഫ് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് എല്ലോട് കൂടിയ ബീഫ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മറ്റ് ഓയിലുകളൊന്നും യൂസ് ചെയ്യാതെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ബീഫും സവാളയും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് ഉടയാത്ത തരത്തിൽ സവാള നല്ല ബ്ലാക്ക് കളറിലാകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം എപ്പോഴും ലോയിലിട്ടിരിക്കണം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് 2 ടേബിൾ സ്പൂൺ ബീഫ് വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതുവരെ ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് മിക്സായി ഇപ്പോൾ ബീഫ് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ചധികം മല്ലിയില അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 മിനിറ്റ് കൂടെ ഇതുപോലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്ന നല്ല കറുത്ത ബീഫ് ഡ്രൈ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം എണ്ണ വാർക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ബീഫ് ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.